കണ്ടാ വെള്ളം കുടിക്കണണ്ട, കണ്ടാ കുടിക്കണണ്ട. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇത് താഴേക്ക് വെള്ളം ഇറങ്ങും. ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ടാ താഴെ വന്നു കൊടുക്കും. കണ്ടാ സാധാരണ മാറ്റുകൾക്ക് ഉണ്ട് വേറെ പ്രത്യേകത, വെള്ളം ഒഴിച്ചാൽ വെള്ളം ഇറങ്ങിപ്പോവും. വെള്ളം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? ഈ താഴെ ഇതിൻ്റെ അടിയിൽ വെള്ളം കിടക്കും. മണ്ണടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല, മണ്ണടച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. ആ റൂമിലേക്ക് കയറേണ്ട നമ്മൾ ഓടും. പണ്ട് വന്ന കാർപ്പറ്റ് ഇത് ന്യൂ ആണ്, ന്യൂ. ഇതിൻ്റെ ബാക്കിൽ റബ്ബർ ബീഡിങ് ഉണ്ട്. കേട്ടാ റബ്ബർ ബീഡിങ്. ഈ ഒരു കാരണവശാലും വെള്ളം അതിലേക്ക് വരില്ല. ഇതിനകത്ത് കുട്ടികൾ ചായ വീണു, നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരില്ല. ഇത് നിങ്ങൾക്ക് വാക്യൂം ചെയ്തെടുക്കാം. ഇതിൽ നോക്കൂ, ഇതിൻ്റെ ബാക്കിൽ റബ്ബർ കേട്ടാ, ആ റബ്ബർ ഷീറ്റ് കേട്ടാ, ചേമ്പിൻ്റെ പോലെ വെള്ളം പിടിക്കില്ല. ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. പക്ഷെ നമുക്ക് വാക്കിംഗ് ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്താൽ പോകും. ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങൂല. അടിയിലേക്ക് ഇറങ്ങാൻ എടുക്കരുത്, നിങ്ങൾക്ക് നഷ്ടം വരും. നിങ്ങൾ മുടക്കിയ കാശ് മുഴുവൻ പോകും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ടൈലിന് അടിയിൽ റബ്ബർ കോട്ടിംഗ് ഉണ്ടാവണം, റബ്ബർ ഷീറ്റ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരും. മനസ്സിലായോ?